12 ലക്ഷം വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. 4 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ബഡ്ജറ്റ് 2025 ഇൻകം ടാക്സ് റിലേറ്റഡ് ബെനിഫിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മിസ്റ്റർ ഫോക്സ്. ടാക്സ് സ്ലാബുകളൊന്ന് നോക്കാം. 0 to 4 lakhs 0%, 4 lakhs to 8 lakhs 5%, 8 lakhs to 12 lakhs 10%, 12 lakhs to 16 lakhs 15%, 16 lakhs to 20 lakhs 20%, 20 lakhs to 24 lakhs 25%, above 24 lakhs 30%. 4 ലക്ഷം മുതൽ അങ്ങോട്ട് ടാക്സ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് 12 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് ഫ്രീ ആണെന്ന് പറയാനായിട്ട് സാധിക്കുക? സെക്ഷൻ 87A റിബേറ്റ് ഉപയോഗിച്ചാണ് 12 ലക്ഷം വരെയുള്ള നിങ്ങളുടെ ഇൻകം ടാക്സ് ഫ്രീ ആക്കുന്നത്. ഈ ടാക്സ് സ്ലാബുകൾ അനുസരിച്ച് 12 ലക്ഷം വരെയുള്ള നിങ്ങളുടെ ഇൻകത്തിന് മാക്സിമം വരുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. സെക്ഷൻ 87A മാക്സിമം റിബേറ്റും 60,000 തന്നെയാണ്. ടോട്ടൽ ടാക്സ് എമൗണ്ട് 60,000 മൈനസ് 87A റിബേറ്റ് 60,000, ബാലൻസ് എമൗണ്ട് 0 ആണ്. അതായത് 12 ലക്ഷം വരെയുള്ള ഇൻകത്തിന് ടാക്സ് 0 ആണ്. സെക്ഷൻ 87A റിബേറ്റിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന്, അതായത് ക്യാപിറ്റൽ ഗെയിൻ പോലെയുള്ള സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഒരു ഇൻകത്തിനും 87A റിബേറ്റ് ലഭിക്കുകയില്ല. ഇതിനെല്ലാം നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ബട്ട് നോർമൽ ടാക്സ് റേറ്റിൽ ചാർജ് ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും റിബേറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ബെനിഫിറ്റ്സ് എല്ലാം തന്നെ ന്യൂ ടാക്സ് റിജീമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾഡ് ടാക്സ് റിജീമിൽ ഇത് അവൈലബിൾ അല്ല. ഇനി ഓൾഡ് ടാക്സ് റിജീമിൻ്റെ ടാക്സ് റേറ്റുകൾ ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെയാണുള്ളത്. ഇനി നിങ്ങൾ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കൂടി അവൈലബിൾ ആണ്. സോ 12 lakhsന്റെ കൂടെ 75,000 കൂടി ആഡ് ചെയ്യുക. 12 lakhs 75,000 വരെയുള്ള ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല.